പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ചില വില്ലൻ കഥാപാത്രങ്ങളുണ്ട്. ചെമ്മീൻ എന്ന സിനിമയിലെ ചെമ്പൻ കുഞ്ഞ്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ തുടങ്ങി ഇത്തരത്തിലുള്ള വില്ലൻ കഥാപാത്രങ്ങൾ ഒരു പിടിയുണ്ട്. ചെമ്മീൻ എന്ന സിനിമയിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ചെമ്പൻ കുഞ്ഞ് എന്ന കഥാപാത്രത്തെ സിനിമ കണ്ട ആരും തന്നെ മറക്കുകയില്ല. മലയാളത്തിന്റെ അഭിമാന ചിത്രമായ ചെമ്മീനിലെ ഈ വില്ലൻ കഥാപാത്രം എന്തുകൊണ്ടോ വില്ലൻ കഥാപാത്രങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നുവെങ്കിൽ അതിന് കാരണം കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അഭിനയ മികവാണ്. ചെമ്പൻ കുഞ്ഞ് അതിക്രൂരനായ വില്ലനായിരുന്നില്ല, ഒരു അച്ഛനും ഭർത്താവും എല്ലാമായിരുന്നു. 1980കളിലെ മലയാള സിനിമയിലെ വില്ലൻ സങ്കല്പങ്ങളുടെ നെറുകയിൽ ചവിട്ടിയായിരുന്നു മോഹൻലാൽ എന്ന നടന വിസ്മയം നരേന്ദ്രനായി വന്നത്. നടന്മാർ നായകവേഷം കെട്ടി ആരാധകരെ ഉണ്ടാക്കിയ അക്കാലത്ത് നരേന്ദ്രൻ എന്ന വില്ലൻ വേഷത്തിലൂടെ മോഹൻലാൽ ആരാധകരെ ഉണ്ടാക്കിയെടുത്തു. പുതുമകൾ നിറഞ്ഞ ആ സിനിമയും നരേന്ദ്രനും പിന്നെ രചിച്ചത് ചരിത്രം. കാലങ്ങൾക്കിപ്പുറവും നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ പവനായി എന്ന വാടകക്കൊലയാളി നമ്മളിൽ ചിരി പടർത്തുന്നുണ്ട്. കട്ട വില്ലൻ വേഷത്തിൽ തിളങ്ങി നിന്ന ക്യാപ്റ്റൻ രാജുവിൽ നിന്നും പവനായി പോലെ ഒരു കഥാപാത്രം പ്രതീക്ഷയ്ക്കും അപ്പുറത്തായിരുന്നു. ദാസനെയും വിജയനെയും തകർക്കാൻ അനന്തൻ നമ്പ്യാർ ഇറക്കുന്ന വാടകക്കൊലയാളി പവനായി ഒരു നെഗറ്റീവ് ഷേഡുള്ള കഥാപാത്രമായിരുന്നില്ല. എങ്കിൽ പോലും മലയാള സിനിമയിലെ വില്ലന്മാരുടെ കൂട്ടത്തിൽ ചിലപ്പോഴെങ്കിലും മനസ്സിനുള്ളിൽ പവനായി എത്തി നോക്കാറുണ്ട്. ഒരു ചിരി പടർത്തുന്ന ഓർമ്മയായി. കിരീടം എന്ന സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രമാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും മറ്റൊരു വില്ലൻ. ഒരു കഥാപാത്രം, അതും വില്ലൻ വേഷം ചെയ്ത ഒരാൾ മലയാളിയുടെ മനസ്സിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന കാര്യവും സംശയമാണ്. മോഹൻരാജ് എന്ന യഥാർത്ഥ പേരിനേക്കാളും ഇപ്പോഴും കീരിക്കാടൻ എന്ന പേരിലാണ് ഈ നടൻ അറിയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തായിരുന്നു ആ കഥാപാത്രത്തിന്റെ ആഴവും വ്യാപ്തിയുമെന്ന്. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ വിജയരാഘവൻ അവതരിപ്പിച്ച റാംജി റാവുവും മലയാളത്തിലെ എവർഗ്രീൻ വില്ലൻ വേഷമായി നിലനിൽക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.